എല്ലാ പ്രിയ പ്രേക്ഷകർക്കും നമസ്കാരം. ഒരുപാട് പോസിറ്റിവിറ്റി നിറഞ്ഞ, ഒരുപാട് ഹാപ്പിനെസ് നിറഞ്ഞ, അതുപോലെ ഒരുപാട് കോമഡി നിറഞ്ഞ വൺസ് അപ്പോൺ എ ടൈമിന്റെ ഒരു പുതുമയാർന്ന എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഈ ചിരി മത്സര വിരുന്നിന് തിരി തെളിയിക്കുവാനായി ഞാൻ സ്വാഗതം ചെയ്യുന്നു നമുക്ക് ഏറെ പ്രിയമുള്ള നമ്മുടെ സ്വന്തം രമേശ് ഏട്ടനെ. വെൽക്കം രമേശ് ഏട്ടൻ. Our special guest, the legendary director സിദ്ദിഖ് sir. കുറച്ച് നല്ല തമാശകൾ ഇങ്ങനെ ഒരു മത്സരത്തിന്റെ ഒരു ആവേശത്തോടെ കേൾക്കാനൊക്കെ നിങ്ങൾ ഇങ്ങനെ റെഡി ആയിരിക്കുവാണെന്ന് എനിക്കറിയാം. അപ്പൊ ഒരുപാട് സ്ത്രീകൾക്കെതിരെ അതിക്രമം കാണിച്ചിട്ടുണ്ടല്ലോ. അത് ശരി, ഞാൻ പോലീസിനെ വിളിക്കും. എന്നാ ഇനി കരാട്ടയുടെ അടുത്ത ക്ലാസ് ഉള്ളത്? ഷൂട്ടിംഗ് കഴിഞ്ഞിട്ട് വൈകിട്ട് പോണം. എന്റെ ഭാര്യനെ കൊണ്ട് എന്നെ തല്ലിക്കൊടിയാൻ. നിങ്ങളുടെ ഭാര്യനെ തല്ലി ഞാൻ ഭാര്യനെ തിരികെ തല്ലും. നിങ്ങൾ ആർക്ക് തല്ലിയിട്ടാലും എനിക്ക് സന്തോഷമുള്ളൂ കേട്ടാ. വിശാലയുടെ സംഭവം എന്താണെന്നറിയാമോ? എന്താ? ഈ പാർക്കിങ്ങില് ഞാൻ എന്റെ വണ്ടി കൊണ്ടൊന്ന് ഒളിപ്പിച്ചു വെച്ച്. വണ്ടി ഒളിപ്പിച്ചു വെക്കാനോ? സാധാരണ ഒതുക്കിയല്ലേ വെക്കുന്നത്. 18 അടവുള്ള വണ്ടിയായിരുന്നു എന്റെ. അതെന്നെ കളരിക്കാരുടെ വണ്ടി വല്ലതും ആണോ? കളരിക്കാരൻ്റെ അല്ല, 18 അടവ് ലോൺ മുടങ്ങിയ വണ്ടിയായിരുന്നു എന്റെ. ലോൺ പിടിക്കാതിരിക്കാൻ ഞാൻ ഒന്ന് ഒളിപ്പിച്ചു വെച്ചാണ്. ആ വണ്ടിയുമൊക്കെ കൊണ്ടിട്ട് ഇവളൊന്ന് റട്ടിടി എന്റെ വണ്ടിയിൽ. കാർ കൊണ്ടടിച്ചോ? കാർ കൊണ്ടടിച്ച്. അതിന്റെ നഷ്ടപരിഹാരം ചോദിച്ചിട്ട് അവള് തന്നില്ലേ ഉള്ളു, കേമ്പിയല്ലേ ഉള്ളു. ഇവിടെ നിനക്കൊരു വാക്കിറങ്ങി വന്നിട്ട് എന്നെ ഒന്ന് കണ്ട് സംസാരിക്കുന്നില്ല എനിക്ക്. ചേട്ടാ അറിവില്ലായ്മ ഉണ്ടല്ലേ? എന്താ അറിവില്ലായ്മ? ഡ്രൈവിംഗിൽ അറിവില്ലായ്മ കണ്ട. ഇപ്പൊ എന്തൊക്കെ സംഭവമായാലും എനിക്ക് എന്നെ നഷ്ടപരിഹാരം മേടിച്ചാലും വിചാരിക്കുന്നു. അയ്യോ ചേട്ടാ ഞാൻ കണ്ടില്ല. എനിക്കൊരു 18,000 രൂപ നഷ്ടപരിഹാരം കിട്ടണം. അയ്യോ ഒരു ഇൻഡിക്കേറ്റർ പോയി 18,000 രൂപ. രണ്ട് കാര്യമായിരുന്നു. ഒന്ന് വണ്ടിക്കിട്ട് ഇടിച്ചു, രണ്ടിപ്പോ പുള്ളി പറയുന്നത് നിർത്താതെ പോയി, പറയാതെ പോയി. വണ്ടി നിർത്തിയിട്ട് അതൊന്ന് പുള്ളിയെ വിളിച്ച് പറയാതെ പോയി. എന്നിട്ട് 18,000 രൂപ പുള്ളി വേണമെന്ന് ചോദിക്കുക. വിഷാരടി ഇപ്പൊ സംഭവം വണ്ടിക്ക് ഇടിച്ച്. ഈ ഇടി എന്നെ അങ്ങനെ ഇടിച്ചുള്ള അവസ്ഥ എന്തായിരിക്കുള്ളൂ? ഒരിക്കലും പുള്ളിക്കാരത്തെ ചെയ്തില്ല. എന്താണത്? അല്ല, ഈ പരിപാടിക്ക് ഉപകാരമുള്ള ഒരു കാര്യവും പുള്ളിക്കാരത്തെ ചെയ്തില്ല. എനിക്കിതിന് നീതി കിട്ടണം. വിഷാരടി പറയും ഇതിൽ ആരുടെ ഭാഗത്താണ് ന്യായം? അത് ഞാൻ പറയുന്നതിനേക്കാളും നല്ലത് സിദ്ദിഖ് സാർ ഒരു തീരുമാനം പറയുന്നതായിരിക്കും. അല്ല സിദ്ദിഖ് സാർ പറയണ്ട. അല്ല, സിദ്ദിഖ് സാർ പറഞ്ഞോട്ടെ. അല്ല സാർ പറയണ്ടെന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? സാർ എനിക്കെതിരായിട്ട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തിരിച്ചങ്ങോട്ട് സാറിനെ പ്രാകാൻ പറ്റില്ല. കാരണം ഞാൻ സാറിനെ അത്രയേറെ ബഹുമാനിക്കുന്നുണ്ട്. പക്ഷെ ഞങ്ങൾ തമ്മിലുള്ള ബന്ധം വെച്ച് എനിക്ക് പിഷാറിന് എന്തോരം വേണമെങ്കിലും പ്രാകാം. നീ ഒരു കാലത്ത് നിങ്ങളുടെ ഭാഗത്താണ് ന്യായം. 100% ന്യായം നിങ്ങളുടെ ഭാഗത്താണ് കേട്ടാ. ഡയാന വണ്ടി ഇടിച്ചത് തെറ്റാണ്, അത് പറയാതെ പോയത് അതിനേക്കാളും വലിയ തെറ്റാണ്. പുള്ളിയുടെ ഇൻഡിക്കേറ്റർ ആണോ പോയത്, എന്താണോ പോയെന്നുള്ളതൊന്നും വിഷയമല്ല. 18,000 രൂപ വേണ്ടത്. അതെ, ഒരു കാര്യം ചെയ്യാം. ഡയാനയ്ക്ക് ഇവിടെ എപ്പിസോഡുകൾക്ക് കൊടുക്കുന്ന പൈസയിൽ നിന്നും 18,000 രൂപ കട്ട് ചെയ്ത് ഞാൻ നിങ്ങൾക്ക് തരും. എന്റെ കോടീശ്വരാ. എന്റെ ബൈക്കിന്റെ 300 രൂപ ഇൻഡിക്കേറ്റർ പൊട്ടിപ്പോയിന് 18,000 രൂപ പിഷാരുടെ എനിക്ക് മേടിച്ചെന്നില്ലേ? പിഷാരുടെ കാറിന്റെ എന്തൊക്കെയാണ് വിളി ഇടിച്ച് തകർത്തേന്ന് അറിയാമോ? മേടിച്ചോട്. അപ്പൊ ഞാനും കേശവമാനും തമ്മിലുള്ള അംഗം ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. പക്ഷെ അതല്ല നമ്മുടെ ഹൈലൈറ്റ്. നമ്മുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് സ്റ്റാൻഡപ്പ് കോമഡിയുടെ അംഗമാണ്. അപ്പൊ ദേ ഈ അംഗത്തട്ടിലേക്ക് നമ്മുടെ ഇന്നത്തെ കണ്ടസ്റ്റന്റ്സിനെ സ്വാഗതം ചെയ്യുകയാണ്. ലെറ്റ് മീ വെൽക്കം തസ്ലീമ ആൻഡ് സന്ദീപ്. Once upon a time, fun, 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 once upon a time, fun, 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 once upon a time, fun, 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 once upon a time. കേശവമാമ തുടങ്ങുവല്ലേ? തുടങ്ങണ ഞാൻ ടൈം നോക്കിയിരിക്കണം. എന്നാ വിസിലടിച്ചോ? തുടങ്ങല്ലേ? ഹലോ, അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. നമ്മൾക്ക് എല്ലാവരും ജീവിതത്തിൽ ആഗ്രഹമൊക്കെ ഉള്ളവരാണ്. അപ്പോൾ ആഗ്രഹം എന്ന് പറയുമ്പം ആ ആഗ്രഹത്തിനനുസരിച്ച് ഉന്നതിയിൽ എത്തണമെന്നൊന്നുമില്ല. അങ്ങനെ എത്താൻ പറ്റാതെ പോയൊരു ഹതഭാഗ്യം ചേട്ടൻ നമ്മുടെ നാട്ടിലുണ്ട്. പുള്ളിക്കാരൻ്റെ പേര് പറയുന്നില്ല, കാരണം പേര് ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആണ്. സ്കൂളിൽ ചേർക്കാൻ പോകുമ്പം അച്ഛനും അമ്മ ഇടാൻ വെച്ചിരുന്ന പേരെന്ന് പറയുന്നത് വാസുക്കുട്ടൻ മകൻ പ്രത്യുപ്നൻ എന്നായിരുന്നു, അതായത് VK പ്രത്യുപ്നൻ. പക്ഷേ ഈ സ്കൂളിൽ ചേർക്കുന്ന ദിവസം ഈ പുള്ളിക്കാരൻ, അതായത് അച്ഛന് പണി ഉണ്ടായതുകൊണ്ട് മോൻ്റെ കൂടെ പോകാൻ പറ്റിയില്ല. അതുകൊണ്ട് ഒരു മ്യാമനെയാണ് ഏൽപ്പിച്ചു വിട്ടത്. അപ്പോൾ ഈ മ്യാമന് പണിയൊന്നുമില്ല. 2 എണ്ണമൊക്കെ വിട്ടിട്ട് സ്കൂളിൽ ചെന്നപ്പോഴത്തേക്ക് ഈ VK പ്രത്യുപ്നൻ സാധനം പുള്ളി അങ്ങ് മറന്നുപോയി. അപ്പം അവിടെ ചെന്നിട്ട് പറഞ്ഞത് എന്തോ VK ചേർത്ത് എന്തോ ഒരു സംഭവമായിരുന്നു സാറേ, ഞാനങ്ങ് മറന്നുപോയി എന്ന് പറഞ്ഞു. അപ്പോൾ ഹെഡ് മാസ്റ്റർ പറഞ്ഞു, അപ്പം സാധാരണ സർക്കാർ സ്കൂളിലൊക്കെ കാണാറുണ്ടല്ലോ നമ്മൾ
നമ്മളിപ്പോൾ അവരായിരിക്കും ഇനിഷ്യൽ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ തീരുമാനിക്കുന്നത്, പിന്നെ അത് ഒഫീഷ്യൽ നെയിമായിട്ട് മാറും. അപ്പം ഇവിടെയും ഹെഡ് മാസ്റ്റർ പറഞ്ഞു കൊച്ചിൻ്റെ മുഖം കണ്ടിട്ട് നല്ല ഓമനത്തൊക്കെ ഉണ്ട്, നമുക്ക് VK കുട്ടാപ്പി എന്നാക്കാന്ന് പറഞ്ഞു. അങ്ങനെ ഈ VK കുട്ടാപ്പിയുടെ ഭാരവും എന്തി ഈ പുള്ളി നടക്കുകയാണ്. അപ്പോൾ കുറച്ചൊക്കെ ആയപ്പോഴത്തേക്കും പുള്ളിക്കൊന്ന് ഫേമസ് ആവാൻ ഇഷ്ടമുള്ള പുള്ളിയാണ്. അപ്പം ഈ കുട്ടാപ്പി എന്നുള്ള പേര് പുള്ളിക്ക് ഒരു ബാധ്യതയായിട്ട് മാറി. അപ്പോൾ ഈ ഒരു ബാധ്യത എങ്ങനെയെങ്കിലും ഒന്നും ഇതാക്കണമല്ലോ. അപ്പോൾ ഒരു ശബ്ദത്തിന് മീൻസ് ആ ഒരു പേരിനൊരു ഗാംഭീര്യമൊക്കെ വേണം. അപ്പോൾ പുള്ളിയെ തന്നെ ശബ്ദരൂപൻ എന്ന് വിളിച്ചു തുടങ്ങി. നിങ്ങളാരും കേട്ടിട്ടില്ലല്ലോ, ഞാനും കേട്ടിട്ടില്ല. അപ്പോൾ ശബ്ദരൂപൻ എന്നാണ് പുള്ളിയെ തന്നെ വിളിക്കുന്നത്. അപ്പോൾ ആരെങ്കിലും ഒക്കെ ഒന്ന് വിളിച്ച് കേട്ടെങ്കിലല്ല ഈ പേരിനൊരു ഗുമ്മുള്ളൂ. പുള്ളി അതിനെ എന്നാ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ഉത്സവമൊക്കെ നടക്കുമ്പോഴേ അവിടെ പോയി ഉത്സവ കമ്മിറ്റിയുടെ സൈഡിൽ പുള്ളിയുടെ പേര് കൊത്തിയ കീച്ചേനുള്ള ഈ താക്കോൽക്കൂട്ടം സൈഡിൽ ഇങ്ങനെ കൊണ്ടിട്ടിട്ടങ്ങ് പോകും. അപ്പം എന്തായാലും അവിടെ നിന്ന് എടുത്തിട്ട് ഇങ്ങനെ പറയുമല്ലോ, ശബ്ദരൂപൻ എന്ന് എഴുതിയിട്ടുള്ള താക്കോൽക്കൂട്ടം കളഞ്ഞു കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉടമസ്ഥൻ എത്രയും വേഗം കമ്മിറ്റി ഓഫീസുമായി ബന്ധപ്പെടുക. അപ്പോൾ പുള്ളി മനസ്സിലായല്ലോ ഏകദേശം. അപ്പോൾ പുള്ളിയുടെ കഥ പറയുകയാണെങ്കിൽ പുള്ളിക്ക് ഒരു പ്രാവശ്യം ലോട്ടറി അടിച്ചു. 1ാം സമ്മാനമൊന്നുമല്ല, 5ാം സമ്മാനം, 1 ലക്ഷം രൂപയേ ഉള്ളൂ. പക്ഷേ പുള്ളി ബാങ്കിലും ചെന്ന് ശബ്ദരൂപൻ എഴുതി ഒപ്പിട്ട് കൊടുത്തന്നേ. പുള്ളിയുടെ ഒഫീഷ്യൽ നെയിം അല്ലല്ലോ, അത് തള്ളിപ്പോയി, ലോട്ടറി കിട്ടിയില്ല. തസ്ലിമ, ഇനിയും 30 സെക്കൻഡ്സ് ബാക്കിയുണ്ട്. ഓക്കെ, നമ്മൾ അടുത്ത ആളിലേക്ക് പോകുന്നു. സംഗീത്. 1-2 കൊല്ലമായിട്ട് ഇപ്പോൾ ആരും ഡോക്ടറോടും ദൈവത്തോടും കളിക്കാൻ നിൽക്കാറില്ല. എന്താ വെച്ചാൽ ദൈവത്തോട് കളിച്ചാൽ ദൈവം നേരെ ഡോക്ടറെ അടുത്തേക്ക് വിടും. ഡോക്ടറോട് കളിച്ചാലോ? ഞാൻ പറഞ്ഞു തന്നത് കൊറോണ പറ്റിയിട്ടാണ്. ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് ഇപ്പോൾ കോഴികളൊക്കെ, പണ്ട് നമ്മുടെ വീട്ടിലെ കോഴികളൊക്കെ കരഞ്ഞിരുന്നതും കൂകിയിരുന്നതും ഇങ്ങനെയല്ലേ. ഇപ്പോൾ കൊറോണ വന്നതിന് ശേഷം കൊറോണ ഗോ അങ്ങനെയാണ് കരയുന്നത്. ഇപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് പറയാണ് അവൻ്റെ അച്ഛനും കൊറോണയും ഒരേ സ്വഭാവക്കാരാണ്, 2 പേരും സോപ്പിട്ടാലേ ജീവിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു എങ്കിൽ അനുഭവിച്ചോ. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഇവന് കൊറോണ പിടിച്ച് ഇവൻ കിടന്നു. ഞാൻ പോയില്ല, കൊറോണ പിടിച്ച ആരും പോയില്ലല്ലോ. പക്ഷേ ഇവൻ എന്നോട് പണങ്ങിയത് എന്തിനാ വെച്ചാൽ ഇവൻ കിടന്നപ്പോൾ ഞാൻ അവനെ കാണാൻ പോയില്ല എന്ന്, കൊറോണ പിടിച്ചിട്ട്. നീ TV-യിലൊക്കെ വന്നതിന് ശേഷം നമ്മളൊന്നും മൈൻഡില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ അവൻ ഒരു ഷോർട്ട് ഫിലിം എടുക്കാൻ പോയിരിക്കുകയാണ്. അവൻ എങ്ങനെയാണ് ഷോർട്ട് ഫിലിം എടുക്കാൻ പോകണമെന്ന് എനിക്കറിയില്ല. കാരണം ഈ അടുത്താണ് സൂര്യയാണ് കാർത്തിയുടെ അനിയൻ ചേട്ടൻ അവൻ അറിഞ്ഞത്. അത് പറഞ്ഞപ്പോഴാണ് കാര്യം ഓർമ്മത്. ഇവൻ പണ്ട് ബാഹുബലി പടം കാണാൻ പോയപ്പോഴേ അതിൽ ബാഹുബലിയിൽ രമ്യാകൃഷ്ണൻ ആ കുട്ടീനെ ഇങ്ങനെ പിടിച്ചിട്ട് മഹേന്ദ്ര ബാഹുബലി എന്ന് പറഞ്ഞ് പൊക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പിന്നിൽ കുറച്ചിങ്ങനെ തീ ഇങ്ങനെ കത്തുന്നുണ്ടല്ലോ ആളിയിട്ട്. അപ്പോൾ ഇത് കണ്ടിട്ട് എന്നോട് പറയാണ് എത്ര ലിറ്റർ മണ്ണെണ്ണ വേണ്ടി വരും അല്ലേ ഇതൊക്കെ ഇങ്ങനെ കത്താൻ. അപ്പോൾ അവൻ്റെ ഫോക്കസ് ഒരു ഡയറക്ടർ തന്നെയാണ്. ഇതേപോലെ ഒരു ബ്രഹ്മാണ്ടമാണ് ഇവൻ്റെ അച്ഛൻ്റെ കട. ഇവൻ്റെ അച്ഛൻ്റെ കട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജെയിംസ് ബോണ്ടിൻ്റെ വാച്ച് പോലെയാണ്. ജെയിംസ് ബോണ്ടിൻ്റെ വാച്ച് കൊണ്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാം, എല്ലാം ചെയ്യാം, ചോറും കറി വെച്ച് ബാക്കിയൊക്കെ ഉണ്ടാക്കാം. അതാണ് ജെയിംസ് ബോണ്ടിൻ്റെ വാച്ച്. അതേപോലെ തന്നെയാണ് ഇവൻ്റെ അച്ഛൻ്റെ കട. ചെറിയ കടയാണെങ്കിലും എല്ലാ സാധനങ്ങളും ഉണ്ട്. അതായത് ഇപ്പോൾ കൊറോണ കാലത്ത് മരുന്നുകളും അവിടെ വിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാനൊരു ദിവസം ചെന്നപ്പോൾ എന്നോട് പറഞ്ഞു നീ വന്നേ, ഈ കൊറോണ കാലത്ത് ഇങ്ങനെ നീ ഇറങ്ങി നടക്കരുത്. അപ്പോൾ ഞാൻ പറഞ്ഞു സാധനങ്ങൾ മേടിക്കാൻ വന്നാൽ എന്താ വെച്ചാൽ അവിടെ വേറെ കടകളൊന്നും തുറന്നിട്ടില്ല, ഈ ഒരൊറ്റ കട മാത്രമേ തുറന്നിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ചോദിച്ചു ഒരു പപ്പടം വേണമെന്ന് പറഞ്ഞു. നീ അതൊക്കെ നിൽക്ക്, നീ 2-3 ദിവസം മുമ്പ് ഇവിടെ വന്നിരുന്നു ചോദിച്ചു. ഞാൻ പറഞ്ഞു 2 ദിവസം വന്നിരുന്നല്ലോ, ഇവിടുന്ന് ചെറുപഴമോ അങ്ങനെ എന്തെങ്കിലും മേടിച്ചിട്ട് പോയോ? ഞാൻ പറഞ്ഞു എന്താ മേടിച്ചതെന്ന് എനിക്ക് ഓർമ്മയില്ല, പക്ഷേ മേടിച്ചിട്ടുണ്ട് എന്തൊക്കെയോ. പഴം മേടിച്ചവർക്ക് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ പുതിയതായി എടുത്തു കൊടുക്കാൻ വന്നില്ലേ, അവൻ കൊടുത്താണ്. ഇത് കിട്ടിയ ആരും പറയില്ലല്ലോ, അതല്ലേ പ്രശ്നം. അപ്പോൾ ഞാൻ ചോദിച്ചു ചെറുപഴമാണോ അതോ എന്താണ് സംഭവം, കൊറോണയാണോ? അപ്പോൾ പുള്ളി പറഞ്ഞു കൊറോണ ഒന്നുമല്ല, പൂവമ്പഴം. ഇവൻ ചെറുപഴാന്ന് വിചാരിച്ചിട്ടേ പൂവമ്പഴം ആർക്കൊക്കെ എടുത്തു കൊടുത്തു. അപ്പോൾ നമ്മുടെ ശബ്ദരൂപൻ ചേട്ടൻ്റെ ജൈത്രയാത്ര അവസാനിച്ചിട്ടില്ല. ചേട്ടൻ ഇപ്പോൾ ഒന്ന് ഫേമസ് ആവാൻ വേണ്ടിയിട്ട് ഇപ്പോൾ പൊരിഞ്ഞ എഴുത്താണ്, എഴുത്ത് ചന്നം പിന്നെ എഴുത്ത്. അപ്പോൾ എഴുതിയിട്ട് എല്ലാ മാസികകളിലേക്കും എല്ലാ പ്രസിദ്ധീകരണ സംഭവങ്ങളിലേക്കും ഒക്കെ അയച്ചു കൊടുക്കും. ഇവരെല്ലാം ഒരേ സ്വരത്തിൽ ഒരമ്മ പെറ്റ മക്കളെ പോലെ നിലവാരമില്ല എന്ന് പറഞ്ഞിട്ട് ഇത് തിരിച്ചയക്കും. ഈ നിലവാരമില്ല എന്ന് അയച്ചു വിട്ട സാധനം എല്ലാം കൂടി ഇങ്ങനെ ഒന്ന് കുന്നുകൂടി കിടക്കും. അപ്പോൾ ഈ പുള്ളിക്ക് എന്നാ ചെയ്യണമെന്ന് അറിയത്തില്ല. അപ്പോൾ എന്നാ ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ ബഷീറിൻ്റെ അല്ലെങ്കിൽ മാധവിക്കുട്ടിയുടെ അതുപോലെ ഓടക്കുഴൽ അവാർഡ് കിട്ടിയ വയലാർ അവാർഡ് കിട്ടിയ സാധനമൊക്കെ പുള്ളി എടുത്തിട്ട് പുള്ളിയുടെ പേരിലങ്ങായിട്ട് അയച്ചു കൊടുത്തു. പുള്ളിയുടെ അഡ്രസ്സ് കണ്ടാൽ അവർക്ക് മനസ്സിലായി, അവരിത് തുറന്നു പോലും നോക്കിയില്ല, നിലവാരം ഇല്ലെന്നും പറഞ്ഞ് തിരിച്ചയച്ചു. അപ്പോൾ ഈ നിലവാരത്തിൻ്റെ ഇത് വന്നപ്പോഴത്തേക്കും പുള്ളി പറഞ്ഞു അത് ശരി, അപ്പോൾ അവരുടെ പോലും നിലവാരമില്ല, പിന്നെ എന്തിനാ പോലെ എനിക്ക് നിലവാരമൊക്കെ എന്നൊക്കെ ചോദിച്ചു.
പിന്നെ നമുക്ക് പുള്ളി അങ്ങ് ഭയങ്കര ഡിപ്രസ്ഡ് ആയി കേട്ടോ. പുള്ളി ഡിപ്രസ്ഡ് ആയി, പുള്ളി ഫുള്ളും വെള്ളം. അങ്ങനെ ഒരു സമയത്ത് പുള്ളി ഒരു സന്ധ്യയ്ക്ക് നമ്മുടെ കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷൻ ഉണ്ടല്ലോ, അപ്പോൾ ഒരുപാട് ട്രാക്കൊക്കെ ഉള്ള റെയിൽവേ സ്റ്റേഷനാണ്. അപ്പോൾ അതിലേക്കൂടി ഇങ്ങനെ കൂട്ടുകാരനൊത്ത് നടന്നു പോകുമ്പോഴത്തേക്കും അങ്ങനൊരു ട്രെയിൻ വരുന്നുണ്ട്. അപ്പോൾ ഈ നല്ലവനായ കൂട്ടുകാരൻ ഓടിപ്പോയി. ഈ പുള്ളി അവിടെ നിന്ന് കൊടുത്തു. ട്രെയിൻ വന്ന് പടാന്ന് ഇടിച്ച് അങ്ങ് തെറിപ്പിച്ചു. പക്ഷേ പുള്ളിക്കൊന്നും പറ്റിയില്ല കേട്ടോ. പുള്ളി ഹോസ്പിറ്റലിൽ കിടന്നപ്പോൾ എല്ലാവരും ചെന്ന് ചോദിച്ചു, എന്താ ഇയാൾക്ക് ഓടി മാറിക്കൂടായിരുന്നോ, കൂട്ടുകാരൻ ഓടി മാറിയില്ലേ? അപ്പോൾ ഈ പുള്ളി പറയാ, അത് ഞാൻ കരുതി എൻ്റെ പൊന്നടാവേ ഇത് ഇങ്ങനെ വന്നപ്പോൾ ഒത്തിരി ട്രാക്ക് അവിടെ കിടപ്പുണ്ടായിരുന്നില്ല, ഇത് വളച്ചു മാറ്റി അപ്പുറത്തൂടെ പോകുമെന്ന് ഞാൻ ഓർത്തുന്നു. അപ്പോൾ ഈ പുള്ളി ഇതുകൊണ്ടൊന്നും നിർത്താൻ ഇതില്ല. ഈ പുള്ളി അടുത്ത ഒരു ഷോർട്ട് ഫിലിം എടുക്കാൻ തീരുമാനിച്ചു. ഈ പുള്ളിക്ക് എങ്ങനെയും ഒന്ന് വൈറലായേ പറ്റത്തുള്ളൂ. അപ്പോൾ ഷോർട്ട് ഫിലിം എടുക്കാനായിട്ട് പുള്ളി തീരുമാനിച്ചപ്പോഴത്തേക്കും കുറച്ച് മഞ്ഞുള്ള സ്ഥലം, ഒരു ബോളിവുഡ് സീനൊക്കെയാണ്. അപ്പോൾ മഞ്ഞുള്ള സ്ഥലം നമ്മുടെ അടുത്ത് ഊട്ടിയേ ഉള്ളൂ. പുള്ളി അവിടെ വരെ പോയില്ല. എന്തായാലും അമ്മ തീ ഇടുമ്പം പുകയുണ്ടല്ലോ, അതുപോലെ എന്തെങ്കിലും ഒരു പുക സെറ്റ് ചെയ്യാൻ പുള്ളി തീരുമാനിച്ചു. സെറ്റ് ചെയ്യാനായിട്ട് പുള്ളിയുടെ വീടിൻ്റെ വടക്കേലെ തോമച്ചായൻ്റെ ഈ റബ്ബറും തോട്ടത്തിൽ പോയി തീ കത്തിച്ചിട്ട് പുള്ളി ഷൂട്ട് തുടങ്ങി. പക്ഷേ ആ 2 ഏക്കർ റബ്ബറും തോട്ടം നിന്ന് കത്തിയിട്ട് 4 ചാനലാണ് പുള്ളിയുടെ ഈ വാർത്ത ഒരേ സമയം റിപ്പോർട്ട് ചെയ്തത്. ഞാനൊരു ഷെഫായിട്ടാണ് വർക്ക് ചെയ്യുന്നത്, എല്ലാവർക്കും അറിയാലോ. അറിയാത്തവരുണ്ടെങ്കിൽ എൻ്റെ കഴിഞ്ഞ എപ്പിസോഡ് കണ്ടാൽ മതി, അതിൽ ഞാൻ പറയുന്നുണ്ട് ഞാൻ ഷെഫാണെന്ന്. അപ്പോൾ ഈ ഷെഫ് ആവുന്നതിന് മുമ്പ് കുറച്ച് ട്രെയിനിങ് ടൈമുണ്ട്. 1.5 വർഷം എനിക്ക് ട്രെയിനിങ് തന്നെ ആയിരിക്കും. അത് ഈ പട്ടണ പ്രദേശത്തിലെ വിജയൻ്റെ പോലെ തുണി അലക്കണം, നിലം തുടക്കണം, പാത്രം കഴുകണം, അങ്ങനെ കുറേ ജോലികളാണ്. അങ്ങനെ പണിയെടുത്ത് നട്ടം തിരിഞ്ഞപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരുത്തൻ പറഞ്ഞു, ഞാൻ ഇവിടുന്ന് പോവുക. അതിന് അവനൊരു കഥ ഇറക്കി. അവൻ്റെ വീടിൻ്റെ അടുത്ത് അവൻ്റെ പള്ളിയിൽ അവനൊരു ജോലി കിട്ടി, കുക്കായിട്ട് തന്നെ. അപ്പോൾ ഇത് അവൻ പറഞ്ഞത് നുണയാണെന്ന് അവിടെ ഉള്ളവർക്ക് മനസ്സിലായി. അങ്ങനെ ഷെഫിൻ്റെ അടുത്ത് അവൻ ചോദിച്ചു, എനിക്ക് ജോലി തരപ്പെട്ടു, ഞാൻ ഇവിടെ നിന്ന് നിൽക്കണില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഷെഫ് പറഞ്ഞു, ശരി നീ പൊക്കോ, കുഴപ്പമില്ല, നീ ഇതൊക്കെ പഠിച്ചിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ലല്ലോ. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ എന്തൊക്കെ നീ പഠിച്ചു എന്ന്. ആ ശരി ചോദിച്ചോ എന്ന് പറഞ്ഞു. അപ്പോൾ ഷെഫ് ചോദിച്ചു, നീ അവിടെ ചായ ഉണ്ടോ ചോദിച്ചു. ആ ചായയൊക്കെ ഉണ്ട്, കാലത്ത് ചായ കൊടുക്കണം, ഉച്ചയ്ക്ക് ഉപ്പേരി കുപ്പേരി പപ്പടം, വൈകുന്നേരം കഞ്ഞി, ഇതൊക്കെയാണ് അവിടുത്തെ ഫുഡ് എന്ന് പറഞ്ഞു. ആ ശരി. അപ്പോൾ ഷെഫ് ചോദിച്ചു, ശരി 1 ലിറ്റർ പാലിൽ നീ എത്ര ചായ കൊടുക്കും? അപ്പോൾ 1 ലിറ്റർ പാലിലല്ലേ, 1 ലിറ്റർ പാലിൽ 1 2 അല്ല കുഴപ്പമില്ല, അവിടെ കട്ടൻ കാപ്പിയാണ്, കുഴപ്പമില്ല, പാല് വേണ്ടെന്ന്. അങ്ങനെ ഇവൻ പോയപ്പോൾ ഞാൻ ഒറ്റയ്ക്കായി. അങ്ങനെ ഞാൻ ഒരു ദിവസം ഉച്ചയ്ക്ക് ഡ്യൂട്ടി കഴിഞ്ഞ് ഇങ്ങനെ കിച്ചണിലിരിക്കുമ്പോൾ അന്നത്തെ സൂട്ട് റൂമിലൊരു ഗസ്റ്റ്, ഒരു അറബി, അയാളിങ്ങോട്ട് വരുന്നു കിച്ചണിലേക്ക്. ഞാൻ ഓടിയാലോ എന്ന് ആലോചിച്ച് നിൽക്കുമ്പോഴേക്കും അനക്കോണ്ട വന്ന് നിൽക്കണ പോലെ ഇയാൾ എൻ്റെ മുന്നിലാണ് വന്നത്. അയാൾ ചിരിച്ചു, ഞാനും ചിരിച്ചു. ഈ ചിരിക്ക് പ്രത്യേകിച്ച് ഭാഷ ഒന്നും വേണ്ടല്ലോ. അത് കഴിഞ്ഞ് ആളെന്നോട് ചോദിച്ചു, ഓ ഞാൻ ചോദിച്ചു ചായ, വീണ്ടും ഞാൻ ചോദിച്ചു കാപ്പിയാണോ എന്ന് പറഞ്ഞിട്ട് ഇയാൾ ദേഷ്യത്തോടു കൂടി വാതിലടച്ചിട്ട് ഒറ്റ പോക്ക. പണി പോയാലും കുഴപ്പമില്ല, ഇയാൾ പോയല്ലോ എന്ന് ആലോചിച്ച് സമാധാനത്തിൽ ഞാനിങ്ങനെ ഇരിക്കാന്ന് പറഞ്ഞപ്പോൾ ഇയാൾ വീണ്ടും റിവേഴ്സായിട്ട് വന്നു. എന്നിട്ട് എന്നോട് ചോദിച്ചു ബിരിയാണി വാച്ച. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇയാൾ മട്ടൻ ബിരിയാണി അന്വേഷിച്ച് വന്നാണ്. അപ്പം ഞാൻ പറഞ്ഞു ഇയാളോട് ബിരിയാണി ഇല്ല. അപ്പോൾ ഞാൻ ചോദിച്ചു ബിരിയാണി ഉണ്ട്, അത് വേണോ ചോദിച്ചു. അപ്പോൾ പുള്ളി ബിരിയാണി, അപ്പോൾ പുള്ളി ആക്ഷനോടുകൂടി 1 എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ പറഞ്ഞു ബിരിയാണി അതും ഉണ്ടെന്ന്. അപ്പോൾ പുള്ളി പറഞ്ഞു ബിരിയാണി 2, ബിരിയാണി 1. അങ്ങനെ ഇയാളെ പാക്ക് ചെയ്ത് ഞാൻ വിട്ടപ്പോൾ എങ്ങനെയും കൊടുത്ത് വിടാലോ എന്ന് വിചാരിച്ച് ചെമ്പ് നോക്കി നോക്കുമ്പോൾ 2 ബിരിയാണി കഴിഞ്ഞു. പിന്നെ ഉള്ളത് വെജ് ബിരിയാണി. ഇത് ഞാൻ എങ്ങനെ വിളിച്ചു പറയും ഇയാളോട് വെജ് ബിരിയാണി വേണമെന്ന്? അങ്ങനെ പറഞ്ഞു പോകുന്നതാണ്. പിന്നെ ഇവിടെയാണ് വന്ന് നിന്നത്. ഓക്കെ, നല്ല പെർഫോമൻസ് ആയിരുന്നു. നമുക്ക് ജഡ്ജസിനോട് ചോദിക്കാം. രമേശ് ചേട്ടാ, 2 പേരും അത്യാവശ്യം തമാശകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പറഞ്ഞതിനകത്ത് ഇപ്പം നിങ്ങളുടെ ഈ കൊക്കക്കോ ബിരിയാണി എന്നൊക്കെ പറയുന്നത് നമുക്ക് അറിയാത്ത സാധനങ്ങൾ, അറിയാത്ത ഭാഷ വന്നാൽ ഇങ്ങനെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ഞാനത് തെളിയിച്ചിട്ടുണ്ട്. ഞാൻ ഈ ഹോട്ടൽ റിസപ്ഷനിലൊക്കെ വിദേശത്തൊക്കെ പോയാൽ ഇല്ലാത്ത ഭാഷ പറയും. നമ്മുടെ റൂം നമ്പർ ഇപ്പോൾ 305 ആണെങ്കിൽ അത് അവൻ താക്കോലെടുത്ത് തരും. നമ്മൾ വെറുതെ റിസപ്ഷനിൽ ചെന്നിട്ട് ഡിംപിളോഷ ബിക്രീഷ 305 അവന് വേറെ ഒന്നുമില്ല, അവനറിയാം അവിടെ താക്കോലി ഒതുക്കുകയുള്ളൂ, വേറെ ഒന്നും പറയൂല എന്നുള്ളത്. മെഴുകു തീപ്പെട്ടി കൊണ്ടുപോയിട്ട് വീടിനടുത്ത് വെള്ളൂർ പേപ്പർ കമ്പനി ഉണ്ട്, അവിടെ യൂക്കാലിപ്റ്റസിന്റെ ഇലയൊക്കെ വീണ് കിടക്കുന്ന ഒരു കാടുണ്ട്. വെറുതെ ആ തീപ്പെട്ടി വരച്ച് കത്തിച്ചിട്ട് ഓരോ ഇലയ്ക്ക് തീ കൊടുത്ത് ഞാൻ
ഒരു 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഈ തീ പോണ പോക്ക് കണ്ടിട്ട് എനിക്ക് തന്നെ മനസ്സിലായി ഇത് പിടിവിട്ട് പോവാന്ന്. നിങ്ങളുടെ റബ്ബർ തോട്ടം കത്തിയൊക്കെ പത്തോല്ല, ഇതിങ്ങനെ തീ കത്തി അങ്ങ് പോകാൻ തുടങ്ങിയതും കുറച്ച് ദൂരം ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്, അവിടെ മാത്രമേ ലാൻഡ് ഫോൺ ഉള്ളൂ. ഞാൻ അവിടെ ഓടിച്ചെന്ന് പറഞ്ഞു, അവിടെ തീ കത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. അവരവിടുന്ന് അപ്പം തന്നെ ഫയർ എഞ്ചിൻ വന്നു, ഫയർഫോഴ്സ് വന്നു, തീയൊക്കെ കെടുത്തി. എല്ലാം കഴിഞ്ഞ് അടുത്ത ഗ്രാമപഞ്ചായത്ത് മേളയ്ക്ക് എനിക്ക് ആ തീ കണ്ട് കാണിച്ചു കൊടുത്തതിന് ധീരതയ്ക്കുള്ള പുരസ്കാരം. പഞ്ചായത്ത് മെമ്പറൊക്കെ ഈ ബാലന്റെ ധൈര്യം, ആ തീ കണ്ട ബാലൻ ഓടി വന്ന് പറഞ്ഞില്ലായിരുന്നെങ്കിൽ എന്തൊക്കെ അനർത്ഥങ്ങൾ സംഭവിച്ചതിനെന്നും പറഞ്ഞ് എനിക്ക് വെറുതെ സ്വീകരണം, ഞാനിട്ട തീക്ക് എനിക്ക് തന്നെ സ്വീകരണം കിട്ടിയിട്ടുണ്ട്. അതാണിപ്പം ഇത് റബ്ബർ തോട്ടത്തിന് തീ വെച്ച കഥ പറയുമ്പോൾ ഓർമ്മ വരുന്നത്. രണ്ടുപേരിലും നല്ല തമാശയുണ്ട്, രണ്ടുപേർക്കും അത് പെർഫോം ചെയ്യാനും അറിയാം നല്ലോണം. രണ്ടുപേരുടെ പെർഫോമൻസും നന്നായിരുന്നു. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. വെൽ ഡൺ, നല്ല പെർഫോമൻസ് ആയിരുന്നു. ഇനി നിങ്ങൾ ആരാണ് ഒരു ഫസ്റ്റ് സെക്കൻഡ് പ്ലേസ്, അല്ലെങ്കിൽ രണ്ടുപേരും ഈക്വൽ ആണോ, അതൊക്കെ നമുക്ക് ചോദിക്കാം. അപ്പൊ രമേശ് ഏട്ടാ, റിസൾട്ട്. ഇവർ രണ്ടുപേരിലും നല്ല തമാശകൾ പറഞ്ഞത് ഇദ്ദേഹമാണ്. കൃത്യമായി സമയം കീപ്പ് ചെയ്ത് ലിമിറ്റഡ് ആയിട്ട് കൃത്യമായ വാക്കുകൾ ഉപയോഗിച്ച് പറഞ്ഞത് തസ്ലീമയാണ്. ഇന്ന് വീണ്ടും ഇവർ രണ്ടുപേരും നമ്മുടെ ക്യാഷ് പ്രൈസ് ഷെയർ ചെയ്യുകയാണ്. ഹാൻഡ് ഓവർ ചെയ്യുവാനായിട്ട് ഞാൻ രമേശ് ഏട്ടനെയും സിദ്ദിഖ് സാറിനെയും ക്ഷണിക്കുന്നു. പ്ലീസ്. കൺഗ്രാറ്റുലേഷൻസ് തസ്ലീമ ആൻഡ് സംഗീത്. വെൽ ഡൺ. നമ്മളുടെ എപ്പിസോഡുകൾ കാണുന്ന ചില ആളുകൾ എന്നെ വിളിച്ച് പറയാറുണ്ട്, പെർഫോമൻസ് ഇങ്ങനെ തുല്യമായിട്ട് കൊടുക്കരുത്, ഒരാൾക്ക് എന്തായാലും വിജയിച്ചു എന്ന് പറഞ്ഞ് കൊടുക്കണമെന്നല്ല. പക്ഷേ ഒരു ഓട്ട മത്സരമോ വള്ളംകളിയോ ഒന്നും പോലെയല്ല നമുക്കിതിൻ്റെ ഒരു ജഡ്ജ്മെൻ്റ് എന്ന് പറയുന്നതിനകത്ത് കൃത്യമായൊരു ശാസ്ത്ര സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് അളക്കാൻ പറ്റുന്നൊരു കാര്യമല്ല ചിരി. എനിക്ക് ചിരി വന്നൊരു തമാശയ്ക്ക് നിങ്ങൾക്ക് ചിരി വന്നോളണമെന്ന് നിർബന്ധമില്ല. ഈ ഹാപ്പിനെസ് ചലഞ്ച് എന്ന് പറയുന്നതിൽ പലപ്പോഴും നമ്മളുടെ ഹാപ്പിനെസ്സിനെ ഇല്ലാതാക്കുന്ന ഒരു കാര്യമുണ്ട്. അതൊരു ചെറിയ ഉദാഹരണത്തോടെ പറയാം. ഒരിക്കൽ ഞാൻ ഫേസ്ബുക്കിലിട്ട ഒരു പോസ്റ്റിന് താഴെ ഒരാൾ എന്നോട് ജാടയില്ലെങ്കിൽ ഒരു ഹായ് തരൂ എന്ന് പറഞ്ഞു. ഞാൻ അദ്ദേഹത്തിനൊരു ഹായ് കൊടുത്തു. എൻ്റെ തൊട്ട് താഴെ അദ്ദേഹം വളരെ സന്തോഷം എന്ന് കമൻറ്റ് വിട്ടു. പിന്നീട് പലർക്കും ലൈക്കും ഹായും ഞാൻ കൊടുത്തു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ ആദ്യത്തെ ആൾ ഇട്ടിരിക്കുകയാണ്, നിങ്ങൾ എനിക്ക് ഹായ് തന്നപ്പോൾ എനിക്ക് വലിയ സന്തോഷമായി, പിന്നെ മനസ്സിലായി നിങ്ങൾ എല്ലാവർക്കും കൊടുക്കുമെന്ന്, അതോടുകൂടി എൻ്റെ സന്തോഷം പോയെന്ന്. അതായത് നമുക്ക് കിട്ടുന്നത് വേറൊരാൾക്ക് കിട്ടരുത് എന്ന് ആഗ്രഹിക്കുന്ന രീതിയിൽ സന്തോഷിക്കുന്നവരുണ്ട്. ഇവിടെ അങ്ങനെയല്ല, നമ്മളാൽ കഴിയുന്ന എല്ലാ കാര്യങ്ങളും പറ്റുന്ന എല്ലാവർക്കും ചെയ്തുകൊണ്ടാണ് ഫൺസ് അപ്പോൺ എ ടൈം മുന്നിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ കുറേ എപ്പിസോഡുകളിൽ സിദ്ദിഖ് സാർ നമ്മളോടൊപ്പം ഉണ്ടായിരുന്നു. ഒരുപാട് തമാശകളുള്ള സിനിമകളാണ് ചെയ്തത് എന്ന് പൊതുവെ, ആ സിനിമ ഏത് വിഭാഗത്തിൽപ്പെട്ട സിനിമയാണെന്ന് ചോദിച്ചാൽ അത് ഹെഡിങ് ആയിട്ട് നമുക്ക് ഹാസ്യ സിനിമകളെന്ന് പറയാമെങ്കിലും വലിയ ട്വിസ്റ്റുകളും അപ്രതീക്ഷിതമായ കഥാപാത്രങ്ങളുടെ വരവും അതിമനോഹരമായ ക്ലൈമാക്സും എല്ലാം എല്ലാ സിനിമകളിലും. ഇപ്പം ഇൻ ഹരിഹർ നഗർ എന്ന് പറയുന്ന സിനിമയൊക്കെ എടുത്താൽ ഒരു 4 സുഹൃത്തുക്കളുടെ കഥ ഒരു 20 വർഷത്തേക്കെങ്കിലും ഇനി ഒരു എഴുത്തുകാരനും എഴുതുകയും ചെയ്യുകയും ചെയ്യരുതെന്ന് എന്തോ ദുരുദ്ദേശമുള്ള പോലെ അത്രയും ഫിനിഷ് ചെയ്തിട്ടാണ് അതുപോലുള്ള സിനിമകൾ നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത്. വളരെ ഗൗരവതരമായ സീനുകളിലും നമുക്ക് ഹാസ്യം ഉപയോഗിക്കാം, ഹാസ്യം പറയാം എന്നൊക്കെ തെളിയിച്ചുകൊണ്ട് അന്നത്തെ ഏറ്റവും നവ സിനിമകൾ അവതരിപ്പിച്ചുകൊണ്ടാണ് സിദ്ദിഖ് സാറെല്ലാം സിനിമയിലേക്ക് കടന്നു വന്നത്. മഹനീയ സാന്നിധ്യം കൊണ്ട് ഞങ്ങളുടെ ഈ പ്രോഗ്രാമിനെ കഴിഞ്ഞ കുറേ എപ്പിസോഡുകളിൽ ധന്യമാക്കിയതിന് അദ്ദേഹത്തോടുള്ള ആത്മാർത്ഥമായ നന്ദി ഫുൾ ഫൺസ് അപ്പോൺ എ ടൈമിൻ്റെ പേരിലും അമൃത TV-യുടെ പേരിലും ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. ഒപ്പം ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന സാറിൻ്റെ അനുഭവം എന്താണെന്ന് കേൾക്കാൻ കൂടെ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. എനിക്കെപ്പോഴും ഹ്യൂമറും പിന്നെ ഹ്യൂമർ ചെയ്യുന്ന കലാകാരന്മാരുമായിട്ട് എപ്പോഴും അടുത്ത് നിൽക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഒരുപാട് ഈ കോമഡി ഷോകളിലൊക്കെ ഗസ്റ്റായിട്ട് പോകാറുണ്ട്, ജഡ്ജായിട്ട് പോകാറുണ്ട്. പക്ഷേ ഇത്തരം ഒരു 1 മാൻ ഷോയിൽ ഞാൻ ആദ്യമായിട്ടാണ് 1 മാൻ ഷോയിലായിട്ട് അതിലെന്നെ ക്ഷണിച്ചതിൽ പിഷാരടിയോട് എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. അതുപോലെ ഇവിടെ വന്ന മിക്കവാറും എല്ലാ കലാകാരന്മാരും നല്ല പെർഫോമൻസാണ്. അതിലൊരു പെൺകുട്ടിയും കൂടി ഉണ്ടായിരിക്കുന്നു എന്ന് പറയുന്നത് വളരെ സന്തോഷമുള്ളതാണ്. തൃശ്ശൂർ നിങ്ങളുടെ ലാംഗ്വേജ് എപ്പോഴും ഈ ഹ്യൂമറിന് പറ്റുന്നതാണ്. അപ്പോൾ അത് ഈ പോളിഷ് ചെയ്യരുത്, പോളിഷ് ചെയ്താൽ അതിൻ്റെ ഭംഗി പോകും. ഞാൻ കുറച്ച് വടക്കാഞ്ചേരി ആ ഭാഗത്തേക്ക് എത്തി. വടക്കാഞ്ചേരി പോളിഷ് ഉണ്ട്, പോളിഷ് ചെയ്യാം. അപ്പോൾ ഇന്നസെൻ്റ് ഏട്ടൻ, പപ്പു ഏട്ടൻ, മാമുക്കോയ ഒക്കെ അവരൊക്കെ എന്തുകൊണ്ടാണ് ശ്രദ്ധിക്കപ്പെട്ടത്? ഇപ്പോൾ നമ്മുടെ സുരാജ് എല്ലാവരും അവരുടെ ആ ലാംഗ്വേജ്, അവരുടെ ആ ലോക്കൽ ഏരിയയിലുള്ള
ആ ഒരു സ്ലാങ് ഉണ്ടല്ലോ, സ്ലാങ് അവർ ഒരുപാട്. സൈനുദ്ദീന് ശേഷം കൊച്ചി സ്ലാങ്ങിൽ ആരും വന്നിട്ടില്ല. മച്ചാൻ ചേട്ടൻ കുറച്ചുണ്ടായിരുന്നു, മച്ചാനുണ്ടായിരുന്നു. പിന്നെ കൊച്ചി സ്ലാങ്ങിൽ അധികാരം പറഞ്ഞിട്ടില്ല. പിന്നെ നമ്മുടെ തസ്നി അല്ലേ, തസ്നിഖാൻ കൊച്ചിയാണ്, കൊച്ചി സ്ലാങ് കൊച്ചി. അങ്ങനെ ലോക്കൽ ലാംഗ്വേജ് ഉപയോഗിക്കുമ്പോൾ ഒരുപാട് ഹ്യൂമറിന് പവർ കൂടും, ഇന്നസെൻസ് വരും അതിന്. ഓക്കെ, എന്തായാലും ഈ ഇവിടെയുള്ള നിങ്ങൾക്കും ഈ വരാൻ പോകുന്ന എല്ലാ കലാകാരന്മാർക്കും ഈ ഷോയിനും എൻ്റെ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും. നന്ദി, നമസ്കാരം. താങ്ക് യു.